നമ്മൾ പഠിച്ചത് പൊസിഷൻ ടൈം ഗ്രാഫാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്ന ഏതാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇനി പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒന്ന് ബോഡി അറ്റ് റെസ്റ്റിന്റെ ഗ്രാഫ് വരച്ച്, ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷനിൽ വരച്ച്. ഇനി അടുത്തത് യൂണിഫോം ആക്സിലറേഷനിലാണ്. Position time graph of a body in uniform acceleration. അല്ലേ? അപ്പൊ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? ആ വസ്തുവിന്റെ പൊസിഷൻ എപ്പോഴും എന്ത് ചെയ്യും? മാറി മാറി വരും അല്ലേ? അപ്പൊ അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. പൊസിഷനും ടൈമും തമ്മിൽ വരച്ചിട്ട് ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഇപ്പൊ പറഞ്ഞത് പൊസിഷൻ ടൈം ഗ്രാഫ് ആദ്യം പഠിച്ച് നമ്മൾ കണ്ട് ബോഡി അറ്റ് റെസ്റ്റ്. പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ ബോഡി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വരച്ചായിരുന്നു അല്ലേ? പിന്നെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ 3 ഗ്രാഫ് വരച്ച് 2 ഗ്രാഫ് വരച്ചല്ലേ? ഇത് റെസ്റ്റിൻ്റെത്, ഇത് യൂണിഫോം മോഷൻ്റെത്. ഇനി യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണ് ഇനി നമ്മൾ വരയ്ക്കുന്നത്. യൂണിഫോം ആക്സിലറേഷൻ. അപ്പൊ യൂണിഫോം ആക്സിലറേഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിച്ച് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ പെട്ടെന്ന് കൂടും. അതുകൊണ്ട് പൊസിഷൻ പെട്ടെന്ന് കൂടുമെന്ന് കാണിക്കാൻ ഗ്രാഫ് ഇതാണ്ട് മക്കൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതാണ് ഗ്രാഫ്. ഇതുപോലുള്ള പെട്ടെന്ന് കൂടും, ഷാർപ്പ് ഇൻക്രീസ് എന്ന് കാണിക്കുക ഇങ്ങനെയാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് അപ്പോൾ ഒന്നാമത്തെ റെസ്റ്റിലാകുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ, രണ്ടാമത്തേൽ സ്ട്രൈറ്റ് ലൈനും ഉണ്ട്, സ്ലോപ്പും ഉണ്ട്, മൂന്നാമത്തേൽ ഇതുപോലുള്ള ഒരു കർവ്ഡ് ആയിരിക്കും. ഈ ഗ്രാഫിന്റെ ഷേപ്പിനെ പരാബോള എന്നാണ് പറയുന്നത്. പരാബോള. അപ്പൊ നമ്മളിപ്പം പഠിച്ചത് പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതല്ല ഇതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് അല്ല നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചിരിക്കുന്ന വേറൊന്നാണ്. ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിച്ച് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷനിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് എത്ര ഉണ്ട്? 3 ഗ്രാഫ് ഉണ്ട്. ഒന്ന് ബോഡി അറ്റ് റെസ്റ്റിന്റെ ഉണ്ട്, 2 ബോഡി ഇൻ യൂണിഫോം മോഷന്റെ ഉണ്ട്, മറ്റൊന്ന് ബോഡി ഇൻ യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫ് ഉണ്ട്. ഇത് ആക്സിലറേഷൻ എന്ന് പറയുന്ന ഗ്രാഫ് വസ്തുവിന്റെ വെലോസിറ്റി കൂടിക്കൂടി പോകുന്ന അവസ്ഥയിൽ അല്ലേ? ആക്സിലറേഷന്റെ ഗ്രാഫ് വെലോസിറ്റി കൂടിക്കൂടി പോയാലുള്ള പോസിറ്റീവ് ആക്സിലറേഷന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. യൂണിഫോം ആക്സിലറേഷൻ പെട്ടെന്ന് കൂടി പോകും. ഈ ഗ്രാഫിന്റെ ഷേപ്പ് പരാബോളയാണ്. ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. ഇത് നമ്മൾ യൂണിഫോം പോസിറ്റീവ് ആവാം ആക്സിലറേഷൻ, എന്തും ആവാം, യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ഇനി നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ, നെഗറ്റീവ് ആക്സിലറേഷൻ ഉള്ള വസ്തുവിനാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പഠിക്കും. അങ്ങനെ പിന്നെ നമ്മൾ വേറൊരു ഗ്രാഫിൽ വേണ്ടതിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കാം. തൽക്കാലം പോസിറ്റീവ് ആക്സിലറേഷൻ്റെ ഗ്രാഫാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇപ്പൊ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിച്ചു. ഇനി പഠിക്കുന്നത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇനി പഠിക്കുന്നത്. ഇപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒന്ന് എന്ത് വരയ്ക്കാം? ബോഡി അറ്റ് റെസ്റ്റ് ആകുമ്പോഴും എന്തില്ല? വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് ആ ഗ്രാഫില്ല. രണ്ടാമതാണ് യൂണിഫോം നേരത്തെ വരച്ചത് 3 ഗ്രാഫ് ഉണ്ടായിരുന്നു. ഇവിടെ 3 ഗ്രാഫില്ല, 2 ഗ്രാഫുള്ളൂ. ആദ്യത്തെ ഗ്രാഫ് അവിടെ റെസ്റ്റിന്റെ ഗ്രാഫായിരുന്നു, ഇവിടെ ആ ഗ്രാഫില്ല കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം മോഷന്റെ ഗ്രാഫാണ്. യൂണിഫോം മോഷന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? കണ്ടോ? യൂണിഫോം മോഷനില് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇവിടെ എന്ത് മാർക്ക് ചെയ്യണം? ടൈം മാർക്ക് ചെയ്യാം. ഇവിടെ എന്ത് മാർക്ക് ചെയ്യാം? പറയൂ. വെലോസിറ്റി മാർക്ക് ചെയ്യാം തന്നെ. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി മാറൂല. നേരത്തെ പറഞ്ഞപ്പോൾ ടൈം മാറും അല്ലേ? യൂണിഫോം മോഷനിൽ
വെലോസിറ്റി മാറില്ല, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷെ എന്ത് മാറും? ടൈം ചേഞ്ച് ചെയ്യും. വെലോസിറ്റി സെയിം ആയിരിക്കും, ടൈം മാറും. അതുകൊണ്ട് യൂണിഫോം മോഷനിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. ശരിയല്ലേ? ഇതാണ് യൂണിഫോം മോഷനിലുള്ള വെലോസിറ്റി. ഇപ്പൊ രണ്ടാമത്തെ ഗ്രാഫിന്റെ പേര് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ പറയാമോ? യൂണിഫോം ആക്സിലറേഷൻ. 3 ഗ്രാഫാണ് വരാനുള്ളത്. ഇവിടെ നേരത്തെ പഠിച്ച ഒന്നാമത്തെ ഗ്രാഫ് ഇവിടെ ഇല്ല, ബാക്കി ഗ്രാഫുകളല്ലാണ്ട് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വരയ്ക്കണം? ഇവിടെ എന്ത് കൊടുക്കാം? വെലോസിറ്റി അല്ലേ? പറഞ്ഞേ. ആക്സിലറേഷൻ ആണ്, വെലോസിറ്റി എന്തെങ്കിലും കൂടി വരും. വെലോസിറ്റി കൂടുന്നു കാണിക്കാൻ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം അല്ലേ? വെലോസിറ്റി കൂടി വരുന്നത്. അപ്പം യൂണിഫോം ആക്സിലറേഷനിൽ വെലോസിറ്റി കൂടുന്നതിന്റെ ഗ്രാഫാണ് അല്ലേ വരച്ചിരിക്കുന്നത്. ഇപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് 2 രീതിയിലുണ്ട്. ഒന്ന് യൂണിഫോം വെലോസിറ്റി ഗ്രാഫ്, ഇത് വെലോസിറ്റി യൂണിഫോം ആണ് അല്ലേ? ഇവിടെ വെലോസിറ്റി യൂണിഫോം ആണ്. ഇവിടെ വെലോസിറ്റി യൂണിഫോം അല്ല, വെലോസിറ്റി മാറി വരികയാണ്. യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രാഫിന് എന്ത് കണ്ടുപിടിക്കാൻ? നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ഗ്രാഫിന് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? സ്ലോപ്പിന്റെ ഇക്വേഷൻ പറഞ്ഞ് ചരിവ് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞ് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്. y എന്ത് വരും? ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശാങ്കം എന്നാണ് കേട്ടാ. അപ്പൊ ഇവിടെ വൈയിലുള്ള ചേഞ്ച്, വൈയിലുള്ളത് വെലോസിറ്റി ആണ്. അതുകൊണ്ട് എന്ത് എഴുതാൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എന്ത് കൊടുക്കാം? ചേഞ്ച് ഇൻ ടൈം. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. അതെന്തെന്ന് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. മനസ്സിലായോ? അപ്പൊ വെലോസിറ്റി ഇവിടെ എഴുതാൻ ഞാൻ വലതുവശത്ത് വെലോസിറ്റി ടൈം വി ടി കണ്ടല്ലോ, വി ടി എഴുതിയേക്കുന്നുണ്ടോ? വെലോസിറ്റി ടൈം എന്നാണ് വായിക്കാനുള്ളത്. ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ. എന്ത് കിട്ടും? ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ. ഇപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് 2 രീതിയിലുണ്ട്. ഒന്ന് യൂണിഫോം മോഷൻ, മറ്റൊന്നെന്താണ്? യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം മോഷനിലാകുമ്പോൾ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈനിലായിരിക്കും, സ്ലോപ്പ് ചരിവില്ല. രണ്ടാമത്തെ യൂണിഫോം ആക്സിലറേഷനിൽ അല്ലേ? യൂണിഫോം മോഷനിലെ ഗ്രാഫിന് സ്ലോപ്പ് ഉണ്ടോ? ചരിവുണ്ടോ? ഒന്നാമത്തെ ഗ്രാഫിൽ സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. സ്ലോപ്പ് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0. അപ്പൊ യൂണിഫോം മോഷനിൽ ആക്സിലറേഷൻ എത്രയാണ്? വെലോസിറ്റി സെയിം അല്ലേ? യൂണിഫോം വെലോസിറ്റി ആക്സിലറേഷൻ 0 ആയി പോകും. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. നേരത്തെ പഠിച്ച എന്തായിരുന്നു? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആയിരുന്നെങ്കിൽ വെലോസിറ്റി കിട്ടും അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെങ്കിൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അപ്പൊ വ്യത്യസ്തമായ 2 ഗ്രാഫുകളാണ് പറഞ്ഞത്. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ് പറഞ്ഞു, മറ്റേതെന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞു. വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം മോഷനിലാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പാരലായിട്ട് വരും. യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോഴോ മുകളിലോട്ട് വരും അല്ലെ? വെലോസിറ്റി കൂടി പോയാൽ അല്ലെ? ഇനി വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അപ്പൊ ഇത് യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണ്. ഇനി യൂണിഫോം അത് പിടികിട്ടിയോ? യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാണത്. നമ്മള് വെലോസിറ്റി ടൈം ഗ്രാഫാണ് പഠിച്ചത് അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫില് അപ്പൊ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് വരും? ഒന്നുകൂടെ എഴുതാം കേട്ടോ, അല്ലെ മറന്നു പോകും നിങ്ങൾ. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ലോപ്പ് എന്ത് വരും? വെലോസിറ്റി. ഇപ്പം പഠിച്ചതോ? വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ലോപ്പ് എന്ത് വരും? ആക്സിലറേഷൻ. ഈ ഗ്രാഫ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ നേരത്തെ വരച്ച ഗ്രാഫ് ഓർമ്മയുണ്ടോ? വെലോസിറ്റി ടൈം ഗ്രാഫ് നേരത്തെ വരച്ച ഗ്രാഫ് അല്ലേ?
ഇവിടെ എന്താണ് ടൈം, എക്സ് ആക്സിലെ ടൈം മാർക്ക് ചെയ്യാം അല്ലേ. ഇവിടെ എന്തും കൊടുക്കാം, പൊസിഷനും കൊടുക്കാം, എക്സ് എന്നും കൊടുക്കാം. ഇത് റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ നേരത്തെ വരച്ചത്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരുന്നെങ്കിൽ ഓർമ്മയുണ്ടോ, മാറിപ്പോയരുത്. ഇവിടെ എന്ത് കൊടുക്കാം, ടൈം, ഇവിടെ എന്ത് കൊടുക്കാം, വെലോസിറ്റി. ഇങ്ങനെ വരച്ചു. ഇത് റെസ്റ്റിന്റെ ഗ്രാഫ് അല്ല, പകരം ഏതിന്റെ ഗ്രാഫാണ്, യൂണിഫോം മോഷന്റെ ഗ്രാഫാണ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്, യൂണിഫോം മോഷന്റെ ഗ്രാഫ്. ഈ ഗ്രാഫിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളിനി പറയാൻ പോണത് ഈ ഗ്രാഫിന് ഒരു പ്രത്യേകത കൂടി. യൂണിഫോം മോഷനിലുള്ള ഗ്രാഫ് ഇങ്ങനെ, ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുക. ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ അല്ല, വെലോസിറ്റി ടൈം ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടോ. ഇത് റെക്ടാങ്കുലർ ഷേപ്പാണ് അല്ലേ. ഓ ആണെങ്കിൽ ABC, ഇതിന്റെ ഏരിയ എന്ത് വരും, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എന്ത് വരും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, വെലോസിറ്റി ഇൻറ്റു എന്തെന്ന് കിട്ടും, ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈമിന്റെ പേര് ഓർമ്മയുണ്ടോ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പോൾ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. മനസ്സിലായോ. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ കിട്ടി. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ അല്ലേ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ്. കിട്ടിയോ. അപ്പം 3 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫാണ്, 2 പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് പറഞ്ഞത്, 2 വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് പറഞ്ഞത്, 3 വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ്. 3 ഗ്രാഫുകളാണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. മനസ്സിലായോ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചേക്കുക. ഒന്നാമത്തെ കാര്യം ഉദാഹരണം പറഞ്ഞത്, നമ്മൾ പൊസിഷൻ ടൈമും വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ടൈമിനെ എക്സിലും പൊസിഷനെ വൈയിലും കൊടുക്കും, അല്ലെങ്കിൽ വെലോസിറ്റി വൈയിലും കൊടുക്കും. എന്നിട്ട് 3 രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രാഫ് നമ്മൾ വരച്ചു അല്ലേ. അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും, റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സിലറേഷന്റെ പേരെന്താണ്, റിട്ടാർഡേഷൻ. അല്ലെങ്കിൽ വേറൊരു പേര് നിങ്ങൾ കേട്ടതാണ്, ഡീസലറേഷൻ എന്നും പറയും. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞത്, ഡീസലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ. ഇവിടെ ടൈമും ഇവിടെ വെലോസിറ്റിയും. നമ്മൾ എന്നിട്ട് എന്താ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോയാൽ വെലോസിറ്റി പോകണം അല്ലേ, വെലോസിറ്റി കൂടി വരും. ഗ്രാഫ് ഇങ്ങനെയാണ്. പോസിറ്റീവ് വെലോസിറ്റി കൂടി പോയി പോസിറ്റീവ് വെലോസിറ്റി ഗ്രാഫ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഗ്രാഫിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഗ്രാഫിന്റെ ഏരിയ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെങ്കിലോ ആക്സിലറേഷൻ അല്ലേ. ഏരിയ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, സ്ലോപ്പ് ആണെങ്കിൽ എന്ത് കിട്ടും, ആക്സിലറേഷനും കിട്ടും. അപ്പൊ നമ്മൾ അതാണ് അടുത്ത കാര്യം. അപ്പൊ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് പറഞ്ഞു, വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞു. സാധാരണ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടാ. ആദ്യത്തെ വെലോസിറ്റി 40 നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ യു എന്ന് കൊടുക്കും. ആദ്യത്തെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ എന്ത് കൊടുക്കും, യു എന്നും.
ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ യു എന്നും ഇതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. ഫൈനൽ വെലോസിറ്റി വി എന്ന് കൊടുക്കും. ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. ടൈമിനെ എന്ത് കൊടുക്കും? ടൈമിനെ ടി എന്ന് കൊടുക്കും. ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എസ് എന്നാണ് തൽക്കാലം നമ്മൾ പഠിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയും. ചേഞ്ച് ഇൻ പൊസിഷൻ x2 മൈനസ് x1. x2 മൈനസ് x1നെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അതിന് എസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് പൊസിഷന്റെയും ഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യം, ആ ഗ്രാഫിന്റെ വ്യത്യസ്ത ഗ്രാഫ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞാണ്. പുതുതായിട്ടൊരു കാര്യം പറഞ്ഞത് നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേര് റിട്ടാർഡേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സിലറേഷന്റെ പേരാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് അടുത്തൊരു കാര്യമാണ് അല്ലേ? 3 ഇക്വേഷൻസ് ആണ്. 3 ഇക്വേഷൻ. v is equal to u plus at, s is equal to ut plus half at square. ഇത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഇക്വേഷനാണ്. ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഇക്വേഷൻസ് ഓഫ് മോഷൻ. These are the 3 equations of motion എന്ന് പറയും. 3 ഇക്വേഷൻ, ചലന സമവാക്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് v is equal to u plus at. യുവിന്റെ പേര് പറഞ്ഞല്ലോ, വിയുടെ പേരും പറഞ്ഞല്ലോ, അപ്പുറത്ത് പറഞ്ഞില്ലേ നമ്മൾ? വിയുടെ പേര് ഫൈനൽ വെലോസിറ്റി അല്ലേ? യുവിന്റെ പേര് പറഞ്ഞല്ലോ, ഇനിഷ്യൽ വെലോസിറ്റി. എയുടെ പേര് പറഞ്ഞല്ലോ, ആക്സിലറേഷൻ. ടിയുടെ പേര് പറഞ്ഞില്ലേ, ടൈം അല്ലേ? എസിന്റെ പേരെന്താ? എസിന്റെ പേര് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എസിന്റെ പേര് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ 3 ഇക്വേഷനെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. 3 ഇക്വേഷൻസ് അല്ലേ? അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയാമല്ലോ, 3 എണ്ണം ഉണ്ട്. v is equal to u plus at, s is equal to അങ്ങനെ 3 ut plus half at square, v square is equal to u square plus 2as, അങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട്. എന്നാൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനാണ് നമ്മൾ പഠിക്കുന്നത്. v is equal to u plus at എന്ന് പറയുന്ന ഇക്വേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് എങ്ങനെ വന്നു എന്നുള്ള ഒരു പ്രൂഫാണ് പറയുന്നത്. അതൊന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്കതപ്പോ ഒന്ന് പഠിക്കാം. ഇന്ന് പഠിക്കുന്ന നമ്മളതാണ് അല്ലേ? v is equal to u plus at യുടെ ഡെറിവേഷൻ ആണെന്ന് പഠിക്കുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരു വസ്തു ഉണ്ടെന്നിരിക്കട്ടെ. കൺസിഡർ എ ബോഡി. ഒരു ബോഡിയെ പരിഗണിക്കുക. അതെന്ത് ചെയ്യുന്നു? മൂവിങ്. കൺസിഡർ എ ബോഡി മൂവിങ് along a straight line with uniform acceleration a. അപ്പൊ ഇതിനകത്തുള്ള അക്ഷരം എ എന്താന്ന് പറഞ്ഞാൽ അടുത്ത യു എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് യു ബി ദി ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് വി ആണെങ്കിലോ ഫൈനൽ വെലോസിറ്റി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ? യു എന്ന് പറഞ്ഞ വെലോസിറ്റിയും വി എന്ന് പറഞ്ഞ. ഇനി നമ്മള് ഇതിന്റെ ഒരു ഗ്രാഫ്, ഇപ്പം പറഞ്ഞതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ. ടൈം എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് കേട്ടോ. ഒറിജിൻ ഇവിടെ എക്സ് എന്നും ഇവിടെ എന്തും കൊടുക്കാൻ വൈ എന്നും കൊടുക്കാം. യൂണിഫോം ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് ഈ ഗ്രാഫ് വെലോസിറ്റി കൂടി പോണ ഗ്രാഫ് ഇങ്ങനെയാണ്. വെലോസിറ്റി കൂടി പോകണം അല്ലെ? ഇവിടെ നമ്മൾ താഴെ ഗ്രാഫ് മുകളിൽ നിന്നാണ് വരച്ചു തുടങ്ങിയത്. കാരണം ഈ വസ്തുവിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു ആണ്. അപ്പൊ യു എന്ന് കാണിക്കണമെങ്കിൽ താഴെ നിന്ന് വരച്ചാൽ 0 ആയി പോവും. ആ 0 അല്ലാത്തത് കൊണ്ടാണ് മുകളിലോട്ട് വരച്ചത്. യുവിൽ തുടങ്ങി. ഗ്രാഫ് എവിടെ തുടങ്ങി? യുവിൽ തുടങ്ങി. എവിടെ തീരും? യുവിൽ തുടങ്ങി എവിടെ തീരും? വിയിൽ കേട്ടോ.
യുവിൽ തുടങ്ങി എവിടെ തീരും? വിയിൽ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചേക്കുന്നത് വസ്തുവിന് ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. അതുകൊണ്ട് 0-യിലല്ല, കുറച്ച് മാറ്റിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? വി ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി എന്താണ്? വിയുമാണ്. അതുകൊണ്ട് ഗ്രാഫ് യു, ഫൈനൽ വെലോസിറ്റി വി എന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എഴുതട്ടെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് സ്ലോപ്പ് ഓഫ്, ഓർമ്മ വരുന്നുണ്ടോ? വെലോസിറ്റി ടൈം ഗ്രാഫ്, അങ്ങനെ വി ടി ഗ്രാഫ് ഈക്വൽ ടു എന്ത് കിട്ടുമെന്ന് പഠിച്ചു? ആക്സിലറേഷൻ. അപ്പൊ ഇവിടുത്തെ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് കിട്ടും പറയാമോ? ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ എക്സ്. സ്ലോപ്പിന് പകരം എന്ത് കൊടുക്കാം? ആക്സിലറേഷൻ. വൈയിലുള്ള വ്യത്യാസം പറയാമോ? അവസാനം ഉള്ളത് മൈനസ് ആദ്യമുള്ളത് വി മൈനസ്. എക്സിലുള്ള വ്യത്യാസം പറയാമോ? ആദ്യമുള്ളത് 0, അവസാനമുള്ളത് ടി ആണ്. അതുകൊണ്ട് എത്ര വരും? ടി മൈനസ്. ബ്രാക്കറ്റ് മാറ്റി, താഴെയുള്ള ചെയ്താൽ വി മൈനസ് യു ബൈ എത്ര എന്ന് വരും? ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ എ ടി ഈക്വൽ ടു വി മൈനസ് യു, അല്ലെങ്കിൽ വി ഈക്വൽ എത്ര കിട്ടും? യു പ്ലസ് എ ടി. മനസ്സിലായോ? ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അത് വന്നതാണ്. നമ്മൾ എന്താ പറഞ്ഞേ? ആദ്യം എന്താ പറഞ്ഞേ? വായിച്ചു നോക്കിയേ. കൺസിഡർ എ ബോഡി മൂവിംഗ് along a straight line with the uniform acceleration A, let u be the initial velocity and v be the final velocity. അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഗ്രാഫ് വരച്ചു. എന്നിട്ട് സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. സ്ലോപ്പ് is equal to change in velocity by change in y by change in x. A is equal to v minus u by t minus 0. A is equal to v minus u by t, or at is equal to v minus u, v is equal to u plus at. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്കുള്ള ഏതാ? രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? S is equal to ut plus half at. അത് ഇതുപോലെയാണ്, എളുപ്പമാണ്. നേരത്തെ വരച്ച അതേപോലെ തന്നെ എന്ത് പറയാം? ആദ്യം consider a body which is moving along a straight line with the uniform acceleration A. Let u be the initial velocity, അല്ലേ? and s എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. നേരത്തെ പറഞ്ഞല്ലേ? s be the displacement. ഈ ഗ്രാഫ് വരയ്ക്കാം. നേരത്തെ വരച്ച ഗ്രാഫാണ് കേട്ടോ. നേരത്തെ വരച്ച അതേ ഗ്രാഫാണ്. ഇനിഷ്യൽ വെലോസിറ്റി യു ഉണ്ട്, ഫൈനൽ വെലോസിറ്റി വി ഉണ്ട്. ഗ്രാഫ് ഇങ്ങനെ കൂടി വരും. ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ അല്ലെ? ഇപ്പൊ അങ്ങനെ എഴുതാം. ഏരിയ അണ്ടർ ദി ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ. ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ ഗ്രാഫിനെ എത്ര പാർട്ടാക്കാൻ? 2 പാർട്ടാക്കി മാറ്റാം അല്ലേ? ഒരു പാർട്ട് കണ്ടോ? ഒരു റെക്ടാങ്കുലർ പാർട്ടും ഒരു റൈറ്റ് ആംഗിൾ. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ത് കിട്ടും? നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ്. എന്ത് കിട്ടും?
ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പം ഏരിയ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏരിയ ഈസ് ഈക്വൽ ടു താഴെയുള്ള ഏരിയയിലെ ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ, ഗ്രാഫിന് 2 റീജിയൻ, 1 2 കൊടുക്കാം അല്ലേ? അപ്പൊ ആരെ ഏരിയ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയയും ഉണ്ട്, പിന്നെ ആരെയുണ്ട്? റെക്ടാങ്കിളിന്റെ ഏരിയ ഉണ്ട്. ഏരിയ കണ്ടുപിടിച്ച ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതിന് എസ് എന്നാണ് കൊടുക്കുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH എന്നാണ്. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? T ആണ്. മുകളിലും താഴെയും T ആണ്. അതിന്റെ പൊക്കം കണ്ടോ? പൊക്കം H എന്ന് പറയുന്നത് താഴെ മുതൽ അങ്ങ് അറ്റം വരെ V ആണ്, ഇടവരെ U ആണ്. അപ്പൊ ആ പൊക്കം മാത്രം എത്ര വരും? V മൈനസ് U എത്ര വരും? V മൈനസ് U. അപ്പൊ പൊക്കത്തിന് എന്ത് കൊടുക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നോക്കിക്കേ. ലെങ്ത് താഴത്തെ രണ്ടാമത്തെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് എന്ന് പറഞ്ഞാൽ U ഇൻറ്റു T. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ താഴെ നോക്കി S ഇസ് ഈക്വൽ ടു UT ഫ്രണ്ടിൽ എഴുതാം. UT പ്ലസ് ഹാഫ് T ഇൻറ്റു V മൈനസ് യുവിന് പകരം AT എന്ന് എഴുതാം. അതെങ്ങനെ മനസ്സിലായി? V ഇസ് ഈക്വൽ ടു എന്താണ്? U പ്ലസ് AT അല്ലേ? V ഇസ് ഈക്വൽ ടു U പ്ലസ് AT. V മൈനസ് U എന്ത് വരും? AT വരും. അപ്പൊ ചേർത്ത് അങ്ങനെ എഴുതാം. UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. അപ്പൊ S ഇസ് ഈക്വൽ ടു ഇക്വേഷൻ കിട്ടും UT പ്ലസ് ഹാഫ് AT സ്ക്വയർ അല്ലേ? അപ്പൊ S കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് അടുത്തൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷനിൽ അടുത്ത ഒരെണ്ണം കൂടി പഠിച്ചു. S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. അത് നോക്കാമല്ലോ. റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിളിന്റെ ഏരിയ, അതുപോലെ റെക്ടാങ്കിളിന്റെ ഏരിയ UT, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ഹാഫ് BH, ഹാഫ് AT സ്ക്വയർ. അപ്പൊ ചേർത്ത് എഴുതുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാ? അടുത്ത ഇക്വേഷൻ അല്ലേ? ഏതാ? V സ്ക്വയർ ഇസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AH. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ? എന്ത് കൊടുക്കാം? ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ചില്ലേ? നേരത്തെ പറഞ്ഞതാണേ. ഇവിടെ എന്ത് കൊടുക്കാം? വെലോസിറ്റി. ഗ്രാഫ് ഇവിടെ U, മുകളിലോ V. ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ 2 ആക്കി അല്ലേ? ഇപ്പൊ നമ്മളൊരു ഒറ്റ പാർട്ടാക്കി തന്നെ നമുക്ക് ട്രപ്പീസിയമായിട്ട് പരിഗണിക്കാം. ട്രപ്പീസിയത്തിന്റെ ഏരിയ എത്ര വരും? ഏരിയ അണ്ടർ ദി, ഇവിടെ ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഹാഫ് സം ഓഫ് ദി പാരലൽ സൈഡ് ഇൻറ്റു H എന്നല്ലേ? അതേപോലെ സം ഓഫ് ദി പാരലൽ സൈഡ് ഒന്ന് U ആണ്, മറ്റൊന്നെന്താണ്? V ആണ്. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സെപ്പറേഷൻ എത്ര വരും? T ആണ്. എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു V പ്ലസ് U ഇൻറ്റു T എന്ന് വരും അല്ലേ? എത്ര വരും? S is equal to UT plus half. നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? V is equal to U plus AT അല്ലേ? Tക്ക് വരെന്ത് എഴുതാം? V minus U by A അല്ലേ? അപ്പോൾ UT നേരത്തെ നമ്മൾ എഴുതിയ പോലെ ഇവിടെ ഹാഫ് നമ്മൾ നേരത്തെ എഴുതി എന്തായിരുന്നു? S is equal to നമ്മൾ മറു പേജിൽ എഴുതി വന്ന എന്തായിരുന്നു? S is equal to half V plus U into T. S is equal to half into V plus U into T എന്നായിരുന്നു അല്ലേ?
ടിക്ക് വരാൻ അപ്പുറത്തെ വില കൊടുത്ത് പറഞ്ഞ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു ടിക്ക് വരെ എന്ത് കൊടുക്കാം, ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എഴുതിയ 2as ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. ഇതാണ് ഇപ്പം പറഞ്ഞത് 2as ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഇൻറ്റു എന്ത് വരും, വി മൈനസ് യു എന്നാണ് അല്ലേ. വി പ്ലസ് യു ഇൻറ്റു 2 മൈനസ് യു. അപ്പോൾ എത്ര കിട്ടുന്നത്, 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ആൻസർ എത്ര കിട്ടും, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് ഫൈനൽ ഇക്വേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷനിലുള്ള ഫൈനൽ ഇക്വേഷൻ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ 3 ഇക്വേഷനാണ് നമ്മൾ പഠിച്ചല്ലേ. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ, ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ബന്ധം അല്ലേ. മൂന്നാമത്തതോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം. ഇതിനകത്ത് ഓർക്കാനുള്ളത് ടൈം ഇല്ലാത്ത ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ നമ്മൾ 3 ഇക്വേഷനാണ് പറഞ്ഞത്. ഈ 3 ഇക്വേഷൻ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പഠിച്ചേക്കുക. പിന്നെ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉണ്ട്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 യു സ്ക്വയർ പ്ലസ് 2as ഉണ്ട്. അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.